ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ പരിപാടിയിൽ കാശ് വാങ്ങിയിട്ട് മുടയിറക്കാൻ വരുന്നതിന് മുമ്പിൽ ഹരിനാമ കീർത്തന ഈണത്തി ചൊല്ലിക്കൊടുത്തിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായ? അതിനവിടെ ചൊല്ലേണ്ട രീതി ചൊല്ലണം. അങ്ങനെ ചൊല്ലി വേണ്ടത് കൊടുക്കുമ്പോ കളക്ടർ മേഡം മുന്നിൽ വന്ന് നിൽക്കാതിരുന്നാൽ മാത്രം മതി. അതെ, ഈ ജോലി പോയതിന്റെ സങ്കടത്തിലാണെന്ന് തോന്നുന്നു. ജോലി പോയ സങ്കടത്തില് വിഷമിച്ചിരിക്കുന്ന ഭർത്താവിനെ സന്തോഷിപ്പിച്ച് സങ്കടം അകറ്റേണ്ട കടമ ഉത്തമയായ ഒരു ഭാര്യയ്ക്കുണ്ട്. അതുകൊണ്ട് നമുക്കൊരു പാട്ടങ്ങ് പാടിയാലോ? നമുക്ക് നമ്മുടെ ആ സ്ഥിരം പാട്ടങ്ങ് പാടാം. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ. അല്ല, അതിപ്പോഴും വാടിയിട്ടൊന്നും ഇല്ലല്ലോ. ഇന്നെന്താ ഫയൽ നോട്ടൊന്നുമില്ലേ? ഇല്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാനേ അല്പം സമാധാനം വേണ്ടിട്ട് ഇവിടെ വന്നിരുന്നേ. ഇനിയിപ്പോ അതിന് സമ്മതിക്കില്ലെന്ന് വെച്ചാൽ ഞാൻ പുറത്തുവല്ലോട്ട് അങ്ങോട്ട് പോവാം. അല്ല പിന്നെ അയ്യോ, അങ്ങനെ അങ്ങ് പിണങ്ങല്ലേ മാഷേ. ജോലി നഷ്ടപ്പെട്ട സങ്കടത്തിലിരിക്കുന്ന ഭർത്താവിന്റെ മനസ്സൊന്ന് സന്തോഷിച്ചോട്ടെ എന്ന് കരുതി അടുത്ത് വന്ന് ഒന്ന് രണ്ട് കൊച്ചു വർത്താനം പറയാന്ന് വിചാരിച്ചപ്പോ കടിച്ചു കയറാൻ വരുന്നു. പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. എങ്ങോട്ടേക്ക്? കൂടി വന്ന ആ ബീച്ചിന്റെ കരയിൽ പോയി കുറച്ചു നേരം അലറി വരുന്ന തിരമാലകളെ നോക്കി ഇരിക്കുമായിരിക്കും. പിന്നെന്ത് ചെയ്യും? കുറെ നേരം അത് നോക്കിയിരുന്ന ബോറടിക്കില്ലേ? പിന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുകയും വേണം. എടോ, ഞാൻ പറയുന്നേക്ക്. എന്നൊന്ന് വെറുതെ വിട്. ഞാൻ കുറച്ചു സ്വസ്ഥമായിട്ട് നിൽക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പോവും. ആ ജോലി നഷ്ടപ്പെട്ടതിന്റെ സങ്കടമാണെങ്കിലേ അതിപ്പോ സ്ഥിരമായിട്ടുള്ള ജോലിയൊന്നും ആയിരുന്നില്ലല്ലോ. രാമേട്ടൻ വരുമ്പോ അത് തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നില്ലേ? നമുക്കേ നമ്മുടെ ഓട്ടോ ഇല്ലേ? അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ജോലി നോക്കാം. അതിന്റെ പേരിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ലേ. അതെനിക്ക് സങ്കടമാവും. ആ ജോലി പോയാൽ എനിക്ക് സങ്കടമൊന്നുമില്ല. എനിക്കിപ്പോ ഒരു ജോലി കിട്ടി. അമ്മ എനിക്കൊരു ജോലി തന്നു. ഓ, മനസ്സിലായി. പഴയ ഗുണ്ടാപ്പണി. കളക്ഷൻ ഏജന്റ്. അടിയും ഇടിയും നിത്യ തൊഴിലാക്കിക്കൊണ്ടുള്ള ഗുണ്ടാപ്പിരിവ്. ഗുണ്ടാപ്പിരിവല്ല, മുതലാളി. പണം കൊടുത്ത് പണം വാങ്ങുന്ന പരിപാടി. വിഷ്ണു എന്ന പേരിന് അർത്ഥം ഉണ്ടാക്കിയ പരിപാടി. അർത്ഥം മാത്രമല്ല, ആ പേരിൽ ഒരുപാട് കേസും ഉണ്ടാവും. ഈ പണത്തിന് മേതെ പരുന്തും പറക്കില്ലെന്നല്ലേ പറയുന്നേ? പിന്നെന്ത് കേസ്? അമ്മ തീരുമാനിക്കും, ഞാൻ നടപ്പിലാക്കും. അമ്മ തീരുമാനിച്ച് എനിക്ക് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ നടപ്പിലാക്കിയിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. പക്ഷേ അന്നത്തെ വിഷ്ണു അല്ല ഇന്നത്തെ വിഷ്ണു. അന്ന് നിങ്ങൾ ഒറ്റ തടിയായിരുന്നു. ചോദിക്കാനും പറയാനും ആരും ഉണ്ടായിരുന്നില്ല. അന്ന് നിങ്ങളുടെ ശരീരത്തിലൂടെ ഓടുന്ന ചോരയുടെ അളവിലല്ല ഇന്ന് നിങ്ങളുടെ ശരീരത്തിലൂടെ ചോര ഓടുന്നത്. ഞാനും അന്നത്തെ ശാലിനിയല്ല. എനിക്കിന്ന് ഉത്തരവാദിത്തപ്പെട്ട ജോലിയുണ്ട്. 4 ആൾ അറിയുന്ന, നാട്ടുകാര് ബഹുമാനിക്കുന്ന, സഹപ്രവർത്തകരെ ആരാധനയോടെ നോക്കുന്ന ഒരു ജോലി. എന്റെ തൊഴിലിൽ ഒരു തടസ്സവും ഒരു പ്രശ്നവുമായി വിഷ്ണുവേട്ടന്റെ ഈ പുതിയ ജോലി എങ്ങാനും വന്ന വിഷ്ണുവേട്ടൻ ഇന്ന് കണ്ടല്ലോ താക്കോല് തിരിച്ചു വാങ്ങിക്കൊടുത്തത്. അതുപോലെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ എന്നെ നിർബന്ധിതയാക്കരുത്. എന്റെ ജോലിയുടെ പവർ എന്നെ കൊണ്ട് എടുപ്പിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. ഓ, അങ്ങനെ. ഹലോ മാഡം, മേഡത്തിന്റെ അധികാര പരിധിയിൽ ഞാൻ കൈകടത്താത്തതുപോലെ തന്നെ എന്റെ അധികാര പരിധിയിൽ മേഡവും കൈകടത്തരുത്. പിന്നെ ഈ പരിപാടിയിൽ കാശ് വാങ്ങിയിട്ട് മുടയിറക്കാൻ വരുന്നതിന് മുമ്പിൽ ഹരിനാമ കീർത്തന ഈണത്തി ചൊല്ലിക്കൊടുത്തിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായ? അതിനവിടെ ചൊല്ലേണ്ട രീതി ചൊല്ലണം. അങ്ങനെ ചൊല്ലി വേണ്ടത് കൊടുക്കുമ്പോ കളക്ടർ മേഡം മുന്നിൽ വന്ന് നിൽക്കാതിരുന്നാൽ മാത്രം മതി. കേട്ടാ? അപ്പൊ ഉറപ്പിച്ചു, ഇറങ്ങി പുറപ്പെടാൻ തന്നെ തീരുമാനിച്ചു.
കാരണം എന്നെ ഇവിടെ നിയന്ത്രിക്കാൻ മേലുദ്യോഗസ്ഥരില്ല, സമയക്രമങ്ങളില്ല. പിന്നെ അധികാരം പിടിച്ചു വാങ്ങി എന്നെ പറഞ്ഞു വിടാൻ എനിക്ക് മേലെ ആളുമില്ല. എന്റെ താക്കോൽ എന്റെ കൈ തന്നെ ഭദ്രമായിട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന്. ഇനി നമ്മൾ തമ്മിൽ ഇതിന്റെ പേരിൽ ഒരു സംസാരമില്ല. എന്റെ കസേരയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വിഷ്ണുവേട്ടൻ കാര്യങ്ങൾ നടത്തണം. ഇല്ലെങ്കിൽ എനിക്ക് എന്റെ IAS പദവി വിഷ്ണുവേട്ടന്റെ മുന്നിൽ എടുക്കേണ്ടി വരും. എടാ, നിന്നെ ഈ ജോലി പിന്തിരിപ്പിക്കാനോ ഇതുമൂലം ഉണ്ടായേക്കാവുന്ന കുഴപ്പങ്ങളിൽ സൂചിപ്പിക്കാനൊന്നും അല്ല ഞാൻ വന്നത്. പക്ഷേ ഇതൊരു മരണക്കിണറാ. ഒരിക്കൽ ചാടിയാലേ ഇതിൽ നിന്ന് കരകയറാനാവാതെ ഇതിൽ തന്നെ ചുറ്റിക്കറയും കൊണ്ടിരിക്കും. നിന്റെ അമ്മ ഭാമയുടെ പക്ഷത്തു നിന്ന് നോക്കിയാ ഈ ജോലി തിരഞ്ഞെടുത്തതിൽ ഒരു തെറ്റും അവൾ കാണത്തില്ല. നിന്റെ ഭാഗത്ത് നോക്കിയാലും തെറ്റ് കാണത്തില്ല. കാരണേ ഇത് നിങ്ങൾ മുമ്പെടുത്തിരുന്ന ജോലിയാ. പക്ഷേ ഇതൊരു വാളാ. ഇത് നിന്റെ തലയ്ക്ക് മുകളിൽ എന്നും ഉണ്ടാവും, ഈഡിപ്പസിന്റെ വാള് പോലെ. നീയേ അന്ന് കാണിച്ച സ്ട്രീറ്റ് മാസ്റ്റർ ബോയ് അല്ലിപ്പോ. കാലം മാറി. പുതിയ യുദ്ധതന്ത്രങ്ങളുമായിട്ടേ പുത്തൻ പുതിയ യുവത്വങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന തെരുവിലേക്കാണ് നീ ഇറങ്ങാൻ പോന്നേ. ആ ഓർമ്മയുണ്ടാവണം. ഇവിടെ വിജയിക്കുന്നവനെ കയ്യടിയുള്ളൂ. ആ കയ്യടി നീ വാങ്ങിക്കുന്നിടത്താ നിന്റെ വിജയം. അപ്പോഴേ ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലാക്കണം ഞാൻ വിചാരിക്കുന്നു.